ഈ കുട്ടിയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ? ഇവൾ നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. ഈ നാടകം ചെയ്യാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും പറ്റിയ കുട്ടി ഇവളാണ്. ഈ കോളേജിൽ ഇപ്രാവശ്യം അവതരിപ്പിക്കുന്ന നാടകത്തിൽ തനിക്ക് ജൂലിയറ്റായി അഭിനയിക്കാൻ പറ്റുമോ കുട്ടി? അയ്യോ, എനിക്ക് അഭിനയിച്ച പരിചയമില്ല സർ. അതൊന്നും ശീലമില്ലാത്തവളാ ഞാൻ. സർ, ഇവള് വീട്ടുജോലിക്കാരിയാ. ഇവളുടെ പേരിൽ കേസുകളും മറ്റും ഉണ്ട്. ഇവളെ ഒരു ക്രിമിനലാ. ജൂലിയറ്റ് ഒരു ക്രിമിനലാണോ? സാറേ, അതെല്ലാം കള്ളക്കേസാ. അതെ സാർ, പോലീസ് അതൊക്കെ തിരിച്ചറിഞ്ഞ് കല്യാണി വെറുതെ വിട്ടതാ. അനുഭവങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അഭിനയിക്കാൻ കഴിയൂ. ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടാണോ അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞത്? മറ്റു മേഖലകളിൽ ഈ പറഞ്ഞതെല്ലാം കുറവുകളായി പരിഗണിക്കും. എന്നാൽ അഭിനയരംഗത്തേക്ക് വരുമ്പോ ഇതെല്ലാം ഒരു കലാകാരിക്ക് മുതൽക്കൂട്ടാണ്. ഈ അനുഭവങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന നടിക്ക് ഏറെ തിളക്കം നൽകാൻ പറ്റും. കുട്ടി അഭിനയരംഗത്തേക്ക് വന്ന കലാരംഗത്തിന് അത് ഒരു മുതൽക്കൂട്ടാവും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനൊരു നടിയല്ല സർ. ഏറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചൊരു സാധാരണ പെൺകുട്ടിയാ. എങ്ങനെയെങ്കിലും പഠിത്തം പൂർത്തിയാക്കി നല്ല രീതിയിൽ എത്തണമെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലും മറ്റൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല സർ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വേഷം വളരെ ഭംഗിയായി ചെയ്യാൻ സാധിക്കും. പക്ഷേ താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കൂ. ദേ, അവിടെ പോയിരുന്നുള്ളൂ. ഇല്ല സർ, ഈ നാടകത്തിൽ കല്യാണി തന്നെ ജൂലിയറ്റായിട്ട് അഭിനയിക്കും. ആ കാര്യത്തിൽ സാറിന് സംശയം വേണ്ട. ആ കുട്ടിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ? സാറ് നിർബന്ധിക്കണ്ട, ഞാൻ അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചോളാം. സാർ, ഇവള് തന്നെ നാടകത്തിൽ ജൂലിയറ്റായിട്ട് അഭിനയിക്കും. അത് ഞങ്ങൾ സീനിയേഴ്സിന്റെ ഗ്യാരണ്ടിയാണ്. സൈലൻസ് മതി. അപ്പോ കാസ്റ്റിംഗിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം സാർ.